ഹേ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, ഇപ്പോൾ UK വരുന്നതിന് മുൻപുള്ള എൻ്റെ ടോപ്പ് 3 ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പിള്ളേർ പറയില്ലേ, അത് മൂന്നുമായിരുന്നു. 1 ക്യാമ്പ് നൗ ബാഴ്സലോണ, ഞാൻ കഴിഞ്ഞ വർഷം അവസാനം അവിടെ പോയിട്ട് വന്നു. 2 ബോർസിയ ഡോട്ട്മുണ്ടിൻ്റെ സിഗ്നൽ ഇടുന്ന പാർക്കാണ്, അവിടെ ഇനി പോകാൻ പറ്റത്തില്ല. ആൻഡ് തേർഡ് വൺ ഈസ് ഹിയർ ഗൈസ്, ആൻഡ് ഐ മീൻ ലിവർപൂൾ. ആൻഫീൽഡിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ ലെറ്റ്സ് ഡു ദ സ്റ്റേഡിയം ടൂർ ഓഫ് ലിവർപൂൾ. ആൻഫീൽഡിൻ്റെ എൻട്രൻസിൽ തന്നെയുള്ള സ്റ്റോറിനോട് ചേർന്നിട്ടുള്ള വാളിൽ ദ ചാമ്പ്യൻസ് വാൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ദൂരം നിന്ന് നോക്കുമ്പോൾ ഇത് ക്ലോപ്പും പിള്ളേരും കപ്പ് പിടിച്ച് നിൽക്കുന്നതായി തോന്നുമെങ്കിലും ഇതെല്ലാം ഓരോ ലിവർപൂൾ ആരാധകൻ്റെയും ഫോട്ടോസ് ചേർത്ത് ഉണ്ടാക്കിയ ഒരു വാളാണ്. ദിസ് ഈസ് റിയലി അമേസിങ്. ലിവർപൂളിൻ്റെ സ്റ്റേഡിയം ടൂറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നാൽ നല്ലത്, ഇല്ലെങ്കിലും ഇവിടുത്തെ കൗണ്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാം. ദെൻ ആൻഫീൽഡിൽ കണ്ട മറ്റൊരു സംഭവമാണ് ഈ റോപ്പ് ക്ലൈമ്പിംഗ് സെറ്റപ്പ് പോലത്തെയുള്ള ഈ സംഭവം. അപ്പോൾ ലിവർപൂളിൻ്റെ ക്രസ്റ്റ് ഇവിടെ ആൻഫീൽഡിനോട് ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്, വലിയ ക്രസ്റ്റ്. അപ്പോൾ അതിനോട് തൊട്ടടുത്ത് ചേർന്നിട്ട് നിങ്ങൾക്ക് ഈ റോപ്പ് ക്ലൈമ്പിംഗ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്റ്റേഡിയം ടൂർ ആക്ച്വലി സ്റ്റാർട്ട്സ് ഫ്രം 6th floor. അപ്പോൾ 6th floorൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ലിവർപൂളിൻ്റെ ഹിസ്റ്ററിയും ബെസ്റ്റ് കോച്ചസിനെ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ അവർ ക്ലോപ്പേട്ടൻ ആസ് വെൽ ഹിയർ വിത്ത് ദ കറണ്ട് കോച്ച്. അതിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് ഫേമസ് വിക്ടറീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ നമ്മൾ എൻ്റർ ആവുന്നതാണ് ലിവർപൂളിൻ്റെ സ്റ്റേഡിയം അഥവാ ആൻഫീൽഡിൻ്റെ ടോപ്പ് വ്യൂ. ഇതാണ് കുറച്ചുകൂടി വൈഡായിട്ടുള്ള വ്യൂ. എൻ്റെ ഈ സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ LFC എന്ന് അടിച്ചേക്കുന്ന ബാഡ്ജ് പോലെ അടിച്ചേക്കുന്ന സംഭവം കാണാൻ പറ്റും. ഇതാണ് ടോപ്പ് വ്യൂ. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കുള്ള ഇറങ്ങലാണ്. എൻ്റെ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഫീൽഡിൻ്റെ പഴയ വ്യൂവും ഇപ്പോഴത്തെ വ്യൂവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചേർത്തിട്ടുള്ള ഒരു വാൾ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയ്ക്കാണ് നമ്മൾ പോകുന്നത്. യെസ്, ആൻഫീൽഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എവർട്ടൻ്റെ സ്റ്റേഡിയം നമുക്ക് കാണാം ഗൈസ്. It took 73 years for Liverpool to win the FA Cup, and it means so much that 1st May of 60-65 when the trophy was finally lifted for the first time. Grown men openly shed tears of joy. നമ്മൾ വിചാരിച്ച പോലെയല്ല പ്രീമിയർ ലീഗിനല്ലായിരുന്നു ലോങ്സ്റ്റ് വെയിൻ, FA കപ്പിനാണ്. 73 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കറണ്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞ് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ആൻഫീൽഡ് അവർ 12th മാൻ എന്നൊക്കെ അടിച്ചിട്ടുള്ള കുറച്ച് ബാഡ്ജസും ആൻഡ് ദിസ് ഈസ് ആൻഫീൽഡ് എന്ന് അടിച്ചിട്ടുള്ള കുറച്ച് ബാഡ്ജസൊക്കെ ഉള്ള വാൾസൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു ഈ പ്രസ് ക്ലബ് ഏരിയയിൽ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും അതിനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ചെൽസിയുടെ സ്റ്റേഡിയത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് എവേ ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. എവേ ഡ്രസ്സിംഗ് റൂമിൽ മെസ്സി, ഹെൻറി, സാവി, ഇനിയസ്റ്റ, ക്രിസ്ത്യാനോ റൊണാൾഡോ, റോബി കീൻ, ബുഫൻ അതുപോലെയുള്ള ഒരുപാട് ലെജൻഡറി പ്ലെയേഴ്സിൻ്റെ എവേ ജേഴ്സീസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് കളിക്ക് വേണ്ടിയിട്ട് എവേ പ്ലെയേഴ്സ് വരുമ്പോൾ ഇരിക്കുക എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. ഓക്കെ, എവേ ഡ്രസ്സിംഗ് റൂമിന് ശേഷം സ്റ്റേഡിയം ടൂർ ത്രൂ നമ്മൾ പോകുന്നത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ കുറച്ച് ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ ഫോട്ടോസ്, കോട്ട്സൊക്കെ കാണാം. ദെൻ വി ആർ എൻട്രിങ് ടു ലിവർപൂൾ ഡ്രസ്സിംഗ് റൂം. ഇത് എവേ ഡ്രസ്സിംഗ് റൂം വെച്ച് നോക്കുമ്പോൾ വേറെ ലെവലിൽ തന്നെ പറയണം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് യു ക്യാൻ സീ എ വേക്കൻറ്റ് സ്പേസ് ദെയർ. അത് ആക്ച്വലി ജോട്ട യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്പേസ് ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. നൗ ഐ എൻ്റർ ടു ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് ആൻഫീൽഡ്. യെസ്, ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആൻഫീൽഡിലേക്ക് വന്നത്. ആ ബാഡ്ജിൽ തൊട്ടുകൊണ്ടുള്ള ടണൽ എൻട്രി and the Anfield view. ഇതാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്ന ടണലിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ ടണലിൽ കൂടെ തന്നെയാണ് കളിക്ക് വരുമ്പോൾ എല്ലാ പ്ലെയേഴ്സും ഇറങ്ങി വരുന്നത്. അതായത് ഈ ലെജൻഡറി പ്ലെയേഴ്സൊക്കെ ഇറങ്ങി വന്ന വഴിയിലൂടെയാണ് ഞാനും ഇറങ്ങി വന്നത്. അതേ ഗ്രൗണ്ടിലാണ് ഞാനും ഇപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഫുള്ളി റെഡ് ഗൈസ്. ലിവർപൂൾ ഈസ് റെഡ്, നോട്ട് ഔട്ട്സ്.
യെസ് ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ലിവർപൂൾ സ്റ്റേഡിയം ടൂറിൻ്റെ സ്റ്റേഡിയം അഥവാ ആൻഫീൽഡ് പാർട്സ്. ആൻഡ് ആസ് യൂഷ്വൽ ഇനി എനിക്ക് ഇവരുടെ സ്റ്റോറിലൊന്ന് കയറണം. ബിക്കോസ് എനിക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. എവിടെ പോയാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എനിക്ക് മസ്റ്റായിട്ട് മേടിക്കണം. സോ അതിനു മുൻപ് ജസ്റ്റ് ഇവരുടെ സ്റ്റോറൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. പല ലെജൻഡറി വിൻറ്റേജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിൻറ്റേജ് ജേഴ്സീസിൻ്റെ ഒരു ചെറിയ കളക്ഷനും ഉണ്ട് ഇവർക്ക്. കറണ്ട് ജേഴ്സീസിൻ്റെ സെയിൽസ് കളക്ഷന് എല്ലാം ഉണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഞാനും ഫ്രണ്ട്സും കൂടിയിട്ട് നോക്കി കണ്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആൻഫീൽഡ് സ്റ്റേഡിയം ടൂർ എക്സ്പീരിയൻസസ്. ആസ് യൂഷ്വൽ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കൂടുതൽ വീഡിയോസ് കാണാം. താങ്ക് യു.